പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്യത്ഭുതകരമായൊരു അഭിഷേകം കുടുംബങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും പ്രവഹിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, വചനത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, നിത്യജീവൻ്റെ ആത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ മേൽ നിറയണമേ. ആഗ്രഹത്തോടെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. സർവ മക്കൾ ഒരുമിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. എല്ലാ ഹൃദയങ്ങളുടെ മേലും നിറയണമേ, കുടുംബങ്ങളുടെ മേൽ നിറയണമേ, എല്ലാ ആത്മാക്കളുടെ മേലും പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആവസിക്കണമേ. കുട്ടികളുടെ മേൽ നിറയണമേ, യുവതിവാക്കന്മാരുടെ മേൽ നിറയണമേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകത്തിൽ 145 സങ്കീർത്തനം 18 19 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഞെരുക്കങ്ങളിൽ പ്രാർത്ഥിക്കുക, തളർന്നിരിക്കരുത്. നിരവധി ദൈവമക്കളുടെ ജീവിതങ്ങളിൽ അവരറിയാതെ പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ രാത്രിക്ക് ശേഷം പ്രഭാതമുണ്ട്. ഈ അന്ധകാരത്തിന് ശേഷം കർത്താവിൻ്റെ വെളിച്ചമുണ്ട്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഇപ്പോൾ തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം എന്നെയും നിങ്ങളെയും തൊട്ട് വിളിച്ച് പറയുകയാണ്, നീ തളർന്ന് ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കരുത്. ഇതിനും അപ്പുറത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ നിൻ്റെ ദൈവത്തിന് കഴിയും. അതാണ് 145 സങ്കീർത്തനത്തിൽ 19 തിരുലിഖിതം. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേൾക്കുന്നു. തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ തൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നാം അവിടുത്തെ വിളിച്ചപേക്ഷിക്കണം. നാം തളർന്നിരിക്കരുത്. അയ്യോ എല്ലാം തീർന്നു, എല്ലാം നശിച്ചു, ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, വല്ല വാതിലും അടഞ്ഞു, ഞാൻ നശിച്ചു. അങ്ങനെ നിരാശയുടെയും കയ്പിൻ്റെയും അനുഭവത്തിൽ ഇതോടുകൂടി എല്ലാം തീർന്നു, എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് കാര്യങ്ങളും ചിന്തിച്ച് നിരാശപ്പെട്ട് എല്ലാ തരത്തിലും തന്നെ എല്ലാത്തിൽ നിന്ന് പുറകോട്ട് പോയി അങ്ങനെ തളർന്നിരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം 145:18 പറയുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഒരു പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഇപ്പോൾ നമ്മുടെ ക്രൈസിസ്, നമ്മുടെ വേദന എന്താണെന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ആ വേദനയിൽ ഹൃദയ പരമാർത്ഥത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് ഒന്നാമതായി നമ്മുടെ വിളിച്ചപേക്ഷയാണ് പരിഗണിക്കുന്നത്. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. അവർ വലിയൊരു ക്രൈസിസിൽ ഇനി എന്തു ചെയ്യും, അങ്ങനെ എല്ലാം കൈവിട്ട് പോകണമല്ലോ അന്തരീക്ഷം വന്നപ്പോൾ അവർ യേശുവിനെ വിളിച്ചപേക്ഷിച്ചു. ഞാൻ CG ഡൽഹിയിൽ നിന്നും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഡോക്ടർ അരവിന്ദ് കുമാർ, തൊറാസിക് സർജൻ, റോബോട്ടിക് സർജൻ, ഗംഗാറാം ഹോസ്പിറ്റലിലെ ചെയർമാനായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗിന്നീസ് ബുക്ക് റെക്കോർഡ് അവാർഡ് ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ 22nd and 23rd നവംബറിന് നടക്കുകയാണ്. അവിടെ 5100 കുട്ടികൾ, 35 സ്കൂളിലെ കുട്ടികൾ ആ പ്രോഗ്രാമിൽ ലങ് അവെയർനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഗിന്നീസ് ബുക്ക് അവാർഡിന് വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഡോക്ടറാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. അതിനിടയിൽ എല്ലാ പ്രോഗ്രാമും റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ ഡൈസിൽ പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ കയറിയതാണ്. ആ കുട്ടി ആ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് വീണ് ഹെഡ് ഇഞ്ചുറിയായി. ഓൾമോസ്റ്റ് കൊച്ചുടനെ ഹെഡ് ഇഞ്ചുറിയായി അൺകോൺഷ്യസ് ആയിപ്പോയി. ഡോക്ടർ അവിടുന്ന് കുട്ടിയെ എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാനായിരുന്നു അവിടെ മെഡിക്കൽ റൂമിൽ ഇൻചാർജായിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂട്ടത്തിൽ വേറെ 2-3 നേഴ്സുമാരും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പീഡിയാട്രീഷ്യൻസും അവൈലബിൾ ആ സമയത്ത് ഡോക്ടറായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്ന ഡോക്ടർ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു. വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ ആംബുലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
ഓൾമോസ്റ്റ് കൊച്ച് മരിച്ച നിലയിലായിരുന്നു. അപ്പം കൊണ്ടുപോയി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ചിൻ്റെ ട്രോമ സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസ് വെച്ച് ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ജെസ്സി, റാണി, സാറിൻ്റെ മോൻ, വേറൊരു മെയിൽ നേഴ്സ് ജോസി, ഞങ്ങളെല്ലാവരും കൂടെ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പം അച്ഛൻ ത്യാഗരാജ് സ്റ്റേഡിയത്തിൽ പല പ്രാവശ്യം റിട്രീറ്റിന് വന്നപ്പോൾ ലാസ്റ്റ് ഒക്ടോബറിലും ഞാൻ ആ പ്രോഗ്രാം അച്ഛൻ്റെ റിട്രീറ്റിൽ ഞാൻ സംബന്ധിക്കുക. എനിക്ക് ആ ത്യാഗരാജ സ്റ്റേഡിയത്തിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ പലതവണ നടന്നിട്ടുണ്ട്. ലാസ്റ്റ് തവണ വലിയ ജനക്കൂട്ടമായിരുന്നു. ആ ജനക്കൂട്ടം ഭയങ്കര ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലെ ത്യാഗരാജ സ്റ്റേഡിയത്തിലെ അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെഡ് നേഴ്സും ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ആ സ്റ്റേഡിയത്തിൽ ചെന്നപ്പോൾ മുകളിൽ ഈ റിട്രീറ്റിൻ്റെ ഇങ്ങനെ എക്കോ ഹാലേലുയ ഈ പ്രാർത്ഥന മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വരാം. ഞാനൊരു ഗിന്നീസ് ബുക്ക് റെക്കോർഡിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ഈ പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഈ കുട്ടിയെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. ഡോക്ടറിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചു. ഞാൻ കുരിശിങ്കിൽ കൊണ്ടുവന്ന് ഈ കൊച്ചിൻ്റെ ജീവൻ രക്ഷപ്പെട്ടാൽ ഞാനും ഡോക്ടറും കൂടെ വന്ന് ആദ്യമേ കൽക്കുരിശിൻ്റെ മുകളിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി ഈശോയെ കൊച്ചിൻ്റെ ജീവൻ തിരിച്ചു തരണേന്ന് ഞങ്ങൾ ശക്തിയായി പ്രാർത്ഥിച്ചു. അപ്പം തന്നെ കൊച്ച് കരഞ്ഞു, കൊച്ച് കോൺഷ്യസ് ആയി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഞങ്ങൾ ട്രോമ സെൻറ്ററിൽ കൊണ്ടുപോയി വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊച്ചിപ്പോൾ രക്ഷപ്പെട്ട് ഡിസ്ചാർജായി. കൊച്ചാരോഗ്യത്തോടെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ്. അപ്പോൾ കൊച്ചിനെ അവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് പൾസൊക്കെ പോയി. എങ്ങനെ കുട്ടിയുടെ സ്ഥിതി എങ്ങനെയായിരുന്നു? 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീണു. കൊച്ച് അൺകോൺഷ്യസ് ആയിരുന്നു. കൊച്ചിന് പൾസ്ലെസ് ഒന്നുമില്ലായിരുന്നു. കൊച്ച് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. താഴത്തേക്ക് വീണു, പൾസ് പോയി, ജീവൻ പോയി, ഇങ്ങനെ മരിച്ച പോലെ കുട്ടി. ഈശോ ഇടപെട്ട് ഞാൻ കൽക്കുരിശി കൊണ്ടുവന്ന് അനക്കമൊന്നുമില്ലാതെ ഇങ്ങനെ പൾസൊക്കെ പോയി അനക്കമില്ലാതെ കിടക്കായിരുന്നു അല്ലേ? ആന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു നമ്മൾ അവിടെ പോയി സാക്ഷ്യപ്പെടുത്തും. ഡോക്ടർ സാർ അപ്പോഴേ പറഞ്ഞു ഞാൻ വരാം സിജി, കൂടത്തിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. ഞങ്ങൾ ഇന്നലെ ഫ്ലൈറ്റിന് അവിടെ നിന്ന് വന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിന് കോയമ്പത്തൂർ വന്ന് അല്ലേ? കോയമ്പത്തൂരിൽ നിന്ന് അഗളി വന്ന് താമസിച്ച് അഗളിയിൽ നിന്ന് ഡോക്ടറിൻ്റെ മിസ്സസ് ഡോക്ടർ റീനായും ഇവിടെ ഇരിക്കുന്നുണ്ട്. വെൽക്കം. ഡോക്ടറുടെ വൈഫ് രണ്ടുപേരും ഡോക്ടർമാരാണ്. ഗംഗാറാം ഹോസ്പിറ്റൽ തൊറാസിക് റോബോട്ടിക് സർജൻ ഡോക്ടർ അരവിന്ദ് കുമാർ. ഇതിനു മുമ്പ് ഫേമസ് ഡോക്ടർ ഓൾ ഇന്ത്യയിലെ പ്രൊഫസർ ആയിരുന്നു. ഇപ്പം ഡോക്ടർ ചെയർമാനായിട്ട് ബാക്കി ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും ഇംഗ്ലീഷിൽ. As sister has described, this child had a serious injury and was almost going. I'm a doctor. I knew what was happening. Child was almost going. And we were in the ambulance. Sister Sizi was there. I was there. 2 other people were there. And Sizi said, let's pray to Jesus. And she said that, sir, child will be all right. If child will be all right, we'll come to Sehion Retreat Center and we'll come and pray here. So when she said that child was unconscious, I was very nervous that child is going. She said, no sir, I'm praying to Jesus, child will be all right. I said, sister, if child is all right, I will come with you, with my wife, we'll go and thank the Jesus. And Father, I want you to translate this so that they know what I'm speaking. Yes. That's my wife, Dr. Reena. Within a minute or 2, she said, let's pray to Jesus, we'll go there, we'll thank the Jesus. I said, yes, we'll go. And next minute, the child was crying. The next moment, തൊട്ടടുത്ത നിമിഷം തന്നെ
I'm a doctor. I treat patients. I never believed in these kind of miracles. But at the age of 59 years, on 23rd of December, I witnessed a miracle. And I, along with my wife, Dr. Reena, Sister Sizi, and one more sister, we are here to say our thanks to Jesus and to this Sehion Retreat Center. Thank you very much. Hallelujah. Companion, hallelujah. 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 So ഇവരെല്ലാവരും ഒരുമിച്ച് ഓൾ ഓഫ് ദം ആർ ഹിയർ. ഡോക്ടർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ നിന്നും ഡോക്ടർ അധികം വിശ്വസിച്ചിരുന്നില്ല. അങ്ങനത്തെ ചിന്ത ഡോക്ടർ നല്ല എഫിഷ്യൻ്റ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ എഫിഷ്യൻ്റായ ഡോക്ടറാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, നിങ്ങൾ പോയി ജസ്റ്റ് ഈ പേര് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഈ ഡോക്ടറിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാവും. സോ എഫിഷ്യൻറ്റ്. ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ അരവിന്ദ് കുമാർ. അരവിന്ദ് കുമാർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 59 വയസ്സിനുള്ളിൽ ഇതുവരെ ഒരു അനുഭവം ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ഉള്ളൊരു മിറക്കിൾ. 23rd നവംബർ അല്ലേ, 23rd December. ഡിസംബർ 23rd ഈ ഒരു ഇൻസിഡൻ്റ് ആണ് സമയത്താണ് നേർക്ക് നേർ ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു മിറക്കിൾ ഡോക്ടർ. Hallelujah. Praise the Lord. Praise the Lord. Thank you. It is a great intervention of God. Thank you. Hallelujah. So Mark chapter 11 verse 24. Jesus told, "So I tell you, whatever you ask for in prayer, believe that you have received it and it will be yours." Jesus said. Yeah. Hallelujah. So that Thank is you. what happened in this case. It happened, yes. As Jesus promised, Jesus was personally present there and Jesus gave a miraculous intervention. Praise the Lord. Praise the Lord. കർത്താവ് വളരെ പ്രകടം. അതായത് ശരിക്കും നേഴ്സ് പറഞ്ഞെങ്ങനെയാണ്, ആ കുട്ടി ഓൾമോസ്റ്റ് മരണത്തിൻ്റെ പക്കത്തായിരുന്നു. അപ്പോഴും നേഴ്സ് പറഞ്ഞല്ല, ജീവിക്കും എന്ത് വിശ്വസിച്ച് പറഞ്ഞു അതുപോലെ സംഭവിച്ചു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് പാട്ട് പാടി. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 145 സങ്കീർത്തനത്തിലെ 18ാമത് തിരുലിഖിതമാണിത്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 26-ാം തിരുലിഖിതം. നിയമാവർത്തനം 33-ാം അധ്യായം 26-ാം തിരുലിഖിതം. ഡ്യൂട്രോണമി 33:26. യശുറൂൻ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിൻ്റെ മേൽ സഞ്ചരിക്കുന്നു. യശുറൂൻ, നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാനായി അവിടുന്ന് അനന്ത വിഹായസിലൂടെ മേഘത്തേരിൽ സഞ്ചരിക്കുന്നു. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 16-ാം അധ്യായം 9-ാം തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, തൻ്റെ മുൻപിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. 2 Chronicles
ചാപ്റ്റർ 16 വേഴ്സ് 9. തൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ വർത്തിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ ആപത്ത് വരുമ്പോൾ ഇനി എല്ലാം തകർന്ന് ഇനി മുമ്പോട്ട് ഇനി എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ പകച്ചു പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം നൽകുന്ന ഒരു നിർദ്ദേശം എങ്ങനെയാണ്? ആപത്തിൽ അടിപതറരുത്, ആപത്തിൽ അടിപതറരുത്, തളർന്നു പോകരുത്. എന്തു ചെയ്യണം? ഞെരുക്കങ്ങളിൽ തളർന്നിരിക്കരുത്, ഞെരുക്കങ്ങളിൽ പ്രാർത്ഥിക്കുക, ഞെരുക്കങ്ങളിൽ പ്രാർത്ഥിക്കുക, തളർന്നിരിക്കരുത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ തകർച്ച, ബുദ്ധിമുട്ട്, ഞെരുക്കം, കടബാധ്യത, ശത്രുപീഡ, ഉപദ്രവങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക ആഘാതങ്ങൾ, എന്താണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്? നിങ്ങളുടെ ഇടയിൽ ഒരു ഞെരുക്കമോ തകർച്ചയോ വരുമ്പോൾ നിരാശപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് മനം മടുത്ത് എല്ലാം തകർന്ന് എല്ലാവരെയും ദുഷിച്ച് അങ്ങനെ നാം അന്ധകാരത്തിലേക്ക് തിരിഞ്ഞിരിക്കരുത്. ഞെരുക്കങ്ങളിൽ പ്രാർത്ഥിക്കുക, ഞെരുക്കങ്ങളിൽ മുട്ടുകുത്തുക, ഞെരുക്കങ്ങളിൽ കൈകൾ ഉയർത്തി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഇതാണ് വിശുദ്ധ ലിഖിതങ്ങൾ ദൈവ മക്കളോട് ആവശ്യപ്പെടുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 11 മുതൽ 13 വരെ തിരുലിഖിതങ്ങൾ. റോമൻസ് ചാപ്റ്റർ 10 വേഴ്സസ് 11 to 13. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ ആത്മാവിൻ്റെ നിത്യത മാത്രമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു എന്ന രക്ഷകനിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തു എന്ന ദൈവപുത്രനിൽ വിശ്വസിച്ച് യേശുവേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ അവൻ സമീപസ്ഥനാണ്, അവൻ അരികത്തുണ്ട്, അവൻ വിളി കേൾക്കും. ഈ ഡോക്ടർ അങ്ങനെയാണ് ചെയ്തത്. ഈ ഡോക്ടർ വലിയ ഗിന്നസ് ബുക്ക് അവാർഡൊക്കെ നേടി വലിയ വ്യക്തിയാണ്. സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളിന്ന് നെറ്റിൽ പോയി ആ ഡോക്ടറിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഡോക്ടറിൻ്റെ വലിയ ആ ഒരു വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻസും ഡിഗ്രികളും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയ ഉന്നതനായൊരു ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ക്രൈസിസിൽ അദ്ദേഹത്തെ യേശുവേ അങ്ങ് ഈ ഒരു ക്രൈസിസിൽ ഇടപെടണമെന്ന് നിലവിളിച്ചപേക്ഷിച്ചു. കർത്താവ് അനന്തവികായസിൽ തൻ്റെ പരിശുദ്ധരെ സംരക്ഷിക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന കർത്താവ് നിലവിളി കേട്ടു. കർത്താവ് ഹൃദയത്തിലേക്ക് വിശ്വാസം പകർന്നു. കർത്താവ് ആത്മാവിനെ നൽകി ശക്തിപ്പെടുത്തി. പ്രാർത്ഥനയിൽ അവിടുന്ന് ഉത്തരം കൊടുത്ത് അനുഗ്രഹിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ ഇവിടെ വ്യത്യാസമില്ല. യഹൂദനും ഗ്രീക്കുകാരനും ഇപ്പം നീ ഒരു പാപിയാണോ വിശുദ്ധനാണോ, മാമോസം മുങ്ങിയ വ്യക്തിയാണോ മാമോസം മുങ്ങാത്ത വ്യക്തിയാണോ, ഇതൊന്നും അപ്പോൾ അവിടെ പ്രസക്തമായ വിഷയമല്ല. നാം യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏത് ജാതിയിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് ആത്മാവിൻ്റെ സ്ഥിതിയിലാണെങ്കിലും, ഒരുപക്ഷെ തളർന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ഉന്മേഷത്തോടിരിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥിതിയായിരിക്കാം, ഒരുപക്ഷെ പ്രാർത്ഥന വിശ്വാസം തോന്നാത്ത അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ആത്മാവ് നല്ല കറകളഞ്ഞ് വിശുദ്ധിയിലിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ പാപത്തിൻ്റെ പടുകുഴി കിടക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ മദ്യപാനത്തിൽ പൂണ്ട് കിടക്കുന്ന വ്യക്തിയായിരിക്കാം. നീ ഏതവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ നിന്റെ കൃപയുടെ സമയമാണ്. ഇപ്പോൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന സമയമാണ്. ഇപ്പോൾ കർത്താവ് കൃപ ചൊരിയുന്ന ദിവസമാണ്. ഇപ്പോൾ രക്ഷയുടെ സമയമാണ്. ഇത് കർത്താവ് ഒരുക്കിയ സമയമാണ്. ഈ സമയം നീ യേശുവിനെ വിളിച്ചപേക്ഷിച്ചാൽ, യേശുവേ എൻ്റെ ഹൃദയം ഞാനത് അങ്ങേക്ക് തരുന്നു, യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, യേശുവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, യേശുവേ അങ്ങൻ്റെ പാപപരിഹാര ബലിയാണ്, യേശുവിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് യേശുവിനെ വിളിച്ചാൽ നീ ഇരിക്കുന്ന മുറിയിൽ, നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ ഇരിക്കുന്ന കുടുംബ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ
കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം, അത്ഭുതകരമായ ചൈതന്യം അവിടെ വ്യാപരിക്കും. ഹൃദയങ്ങളിലേക്ക് കർത്തൃശക്തി നിറയും. വലിയ തരത്തിലുള്ള സാത്താന്യ ചങ്ങലകൾ പൊട്ടിച്ചെതറും. വലിയ തരം നിരാശകളും വെറുപ്പുകളും വിദ്വേഷങ്ങളും കുടുംബത്തിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകും. ഈ സമയം നമുക്ക് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. വിദ്യാർത്ഥിനികൾ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ മദ്യപിച്ച് വിഷമിച്ചിരിക്കുന്നവരുണ്ട്, പുകവലി മാറാതെ വിഷമിക്കുന്നവരുണ്ട്, രോഗങ്ങൾ മാറാതെ തളർന്നിരിക്കുന്നവരുണ്ട്, വലിയ തരത്തിൽ സാമ്പത്തിക ക്രൈസിസിൽ കടന്നുപോയി ഇനി എന്ത് ചെയ്യും അങ്ങനെ വാതിലടഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നീ ഹൃദയം തുറന്നൊന്ന് വിളിച്ചപേക്ഷിക്കുക. സുഭാഷിതം 12-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം Proverbs chapter 12 verse 2, ഉത്തമനായ മനുഷ്യന് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു, തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ഉത്തമനായ മനുഷ്യന് കർത്താവിന് അനുഗ്രഹം ലഭിക്കുന്നു, തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇന്ന് ഈ സമയം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്വർഗശക്തിയുടെ ആഗമനം ആഗ്രഹിച്ച് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഉന്നതത്തിൽ നിന്നും അത്തിദാനമായി ആത്മാവേ വരണേ, വലിയ വിശ്വാസത്തോടെ പോയ ഉപ്പായെ എന്നെ ഉറകൂട്ടിയിടണമേ. വലിയ ആഗ്രഹത്തോടെ ഉന്നതത്തിൽ നിന്നും അത്തിദാനമായി ആത്മാവേ വരണേ, കരങ്ങളടിച്ച് ഉറകെട്ടുപോയ ഉപ്പായെ എന്നെ ഉറകൂട്ടിയിടണമേ. കനലുകളൂരി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. കനലുകളൂരി തീയാക്കൂ, എന്റെ കുറവുകളെല്ലാം നിറവാക്കൂ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആത്മാവേ റൂഹായേ, ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.